ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനം ചെറിയൊരു പർപ്പസും കൂടി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത് ബോട്ടിലിൻ്റെ ക്യാപ്പും പിന്നെ ഇതാ ഇവിടുത്തെ ഒരു സാധനമല്ലേ അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബോട്ടിലിൻ്റെ ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് കത്രിക വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല, കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മുടെ ബോട്ടിൽ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ടായിരിക്കും. ഏത് ബോട്ടിൽ ക്യാപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു പ്ലക്കറോ എന്തെങ്കിലും മോനെയുള്ള സാധനം വെച്ചിട്ടൊന്ന് എടുത്ത് കളയാം. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ അത് പോകുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ ക്യാപ്പൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മളൊരു ഫ്ലവർ ബാസ്ക്കറ്റ്, മിനി ഫ്ലവർ ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മുടെ സൂപ്പർ ഗ്ലൂവോ ഫെവിബോണ്ടോ ഏതാണെന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. ഗ്രീൻ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ക്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ അളവ് നോക്കാം. അതിൻ്റെ ഹൈറ്റ് ഇപ്പം ഇന്ത്യയിലുള്ളതൊരു 1.5 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. അപ്പം അതിനേക്കാളും കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പേപ്പർ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഹാഫാക്കി മടക്കണം പേപ്പർ. അപ്പം ഞാനൊരു 5 സെൻറ്റിമീറ്റർ അളവിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഹാഫാക്കി മടക്കി അപ്പോൾ ഒരു 2.5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കയറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് അളവിൽ എല്ലാം ഈക്വലായിട്ട് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രിപ്സ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേഗം തന്നെ കട്ട് ചെയ്തെടുത്ത് കഴിയാനായിട്ടാണ് നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ആവശ്യം പിടിച്ച് സ്പീഡൊന്നും ചെയ്യണ്ട കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ, ഇത് ചെറിയ പേപ്പറല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേഗത്തിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, പേപ്പർ 2 പീസായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആവും, വീണ്ടും എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ പതുക്കെ ചെയ്താൽ മതി. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ നിവർത്തുമ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തെ പേപ്പർ കട്ട് ചെയ്യാതെ ഇത്തിരി വീതി കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അതും ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരെ നിവർത്താണ്. എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചുരുട്ടിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഈർക്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് ഈസി ആയിട്ട് നമുക്ക് വേഗം ചുരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ കമ്പോ ഈർക്കിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് പതുക്കെ നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ക്യാപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ബോട്ടിൽ ക്യാപ്പിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ പേപ്പർ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സ് ആണ്. നമ്മൾ ഏതെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള പേപ്പേഴ്സിന്റെ പീസൊക്കെ മതി. അത് നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ റൗണ്ട് മതി കേട്ടോ. ഒരു രൂപ കോയിൻ്റെ ഒക്കെ അത്ര വലുപ്പത്തിൽ മതി. മിനി ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ മിനി റോസ് ആണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മിനി റോസ് ഉണ്ടാക്കാൻ പോവാണ്. ഇതേപോലെ എങ്ങനെയാണ് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത്, അതേപോലെ മറ്റ് ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, നമ്മൾ ചെറിയ ഫ്ലവർ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അറിയണം, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ 4 കളർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാം കേട്ടോ. അതിനുശേഷം അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പേപ്പർ ബാസ്ക്കറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ബാസ്ക്കറ്റിന് വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ത്രെഡ് വെച്ച് ചുറ്റാം. ചെറിയ ചെറിയ മുത്തുകളോ സ്റ്റോൺസോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഞാൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നേക്കാളും ഇതേപോലെ മിനി റോസസ് ഉണ്ടാക്കുമായിരിക്കും ഒന്നും കൂടി ഭംഗിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. നമ്മുടെ ഷോപ്പ് പീസായിട്ട് വിൽക്കാം. ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിമിഷ നേരം കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അയ്യോ, ഇങ്ങനെയല്ലല്ലോ വരണ്ടേ. ശരി, ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നാലോ. ഇതിപ്പോൾ എന്താ പറ്റിയേ? മണ്ടത്തി തല തിരിച്ച് വെട്ടിയെന്നാ തോന്നണേ. എന്തൊരു മണ്ടത്തരം കാണിച്ച് ഈ സമയമില്ലാത്ത സമയത്ത്. അയ്യോ ദൈവമേ, മോനിപ്പോ എനിക്കല്ലോ. കളി വേറെ പേപ്പർ എടുക്ക വേഗം. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഇതുപോലെ ഓരോ മണ്ടത്തരങ്ങളും ഓരോ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് പറ്റാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോൻ ഉറങ്ങുന്ന നേരത്താണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു സമയത്തിനുള്ളിൽ വേഗം തീർക്കണം. അപ്പോൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ ഇരട്ടി സമയം വേണം ഓരോ വീഡിയോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഈ മണ്ടത്തരക്ക് പറ്റാണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.